എന്താ ഇത്? നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് ഇവിടെ തന്നെ എത്തിയെന്ന് തോന്നുന്നു. ആ പറഞ്ഞത് ശരിയാ. നമ്മളെ ആരെങ്കിലും ഈ കോസ്റ്റ്യൂമിൽ കാണുകയാണെങ്കിൽ നമ്മൾ എന്താ പറയാ? മാൻഡി, എന്റെ അടുത്ത് പെട്ടുവല്ലേ? എവിടെ നിന്ന് വരുന്നു? ഈ കോസ്റ്റ്യൂം ഏതാണ്? അത് പിന്നെ ഞങ്ങളൊരു ഡ്രാമ അഭിനയിക്കാൻ പോവാണേ, അതിന്റെ കോസ്റ്റ്യൂം. ആ എന്തായാലും ശരി, അഭിനയിക്കേണ്ട. വേഗം മാറിക്കോ, കാരണം ഞാനായിരിക്കും അതിലും ജയിക്കുക. നാടകം ഏതാന്ന് വേഗം പറ, എനിക്ക് അതിൽ പോയി പങ്കുകൊള്ളണം. ഇല്ലെങ്കിൽ ഞാൻ സ്വയം അറിഞ്ഞാലും മതിയോ? അത് വേണമെങ്കിൽ നീ ഓഫീസിൽ പോയി അന്വേഷിച്ചോ. പ്രോഗ്രാം എന്താണെന്ന് അവര് തന്നെ പറയുമല്ലോ. നേരാണോ? ഓക്കെ, എന്നാ ഞാൻ ഇപ്പൊ തന്നെ പോയി അത് അന്വേഷിക്കാം. ഇതില് പുതിയതായിട്ട് ആരെയും ചേർക്കില്ലെന്ന് അവര് പറഞ്ഞ. എനിക്കറിയില്ല. ആ സൗണ്ട് എന്താണെന്ന് വേഗം പറയാവോ? അലാറം ബെൽ. സഹായിക്കോ? ഹായ് മാഗി. ഈ സമയത്ത് തന്നെ നിനക്ക് വരാൻ തോന്നിയല്ലോ അലക്സ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ മൊബൈലും എന്റെ കയ്യിലുണ്ട്, പക്ഷെ ഇത് ഏതാണെന്ന് മനസ്സിലായില്ലല്ലോ. അലക്സിന് ലേസർ മൂലമാണ് കാണാൻ പറ്റുന്നത്. ഓ, ഇത്തവണ ജയിക്കാൻ വേണ്ടി ഇങ്ങനത്തെ കുറുക്ക് വഴികളൊക്കെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? കുഴപ്പമില്ല, ഞാൻ തന്നെ ഇതിൽ ജയിക്കുകയുള്ളൂ. ഈ മൈക്രോ ഫൈബറിൽ നീ സംസാരിക്കുന്നത് എനിക്ക് ശരിക്കും കേൾക്കുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങനെ ശബ്ദം വെച്ചോണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോവാൻ സമയമായി. എന്നാ പോട്ടെ. ബൈ ബൈ. ഇത് വളരെ ബുദ്ധിമുട്ടാ. നമ്മള് കുടുങ്ങിയില്ലേ? എത്ര നാളെന്ന് വെച്ചാ മാൻഡിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുക? പറഞ്ഞേ. നിങ്ങൾക്ക് സ്വാഗതം ഗേൾസ്. ജെറി, ഹാഫ് ആൻ അവർ മുമ്പിൽ ഞങ്ങൾ ഒരു ജോലി തീർത്തിട്ട് പോയത്. പെട്ടെന്ന് വിളിച്ചെന്തിനാ? ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങളെ വീണ്ടും വിളിച്ചിരിക്കുന്നത്. എന്തായാലും വിളിച്ചത് നന്നായി. ക്ലാസ് ഭയങ്കര ബോറടിക്കായിരുന്നു ജെറി. തവണ നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട. പ്രോബ്ലം എന്താണെന്നുള്ളത് പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി. ഓക്കെ ഗ്ലാഡിസ്, നീ അതുപോലെ തന്നെ ചെയ്താൽ മതി, മനസ്സിലായോ? ഓക്കെ, കൊടുക്കാം. ഇതാ, സ്വീകരിച്ചോളൂ. മൂന്ന് പേരും റെഡിയാകൂ. വേഗം ഡിസ്ക് കോഫി ഹൗസിലേക്ക് ചെല്ലണം. ശരിയാ, ആ സ്ഥലം എനിക്ക് നന്നായിട്ട് അറിയാം. കോഫി ഹൗസ്. പറയൂ, നിനക്ക് ഇത് എങ്ങനെ അറിയാം? അത് പിന്നെ എനിക്ക് കുറച്ച് ജനറൽ നോളജ് കൂടുതലാണ്. നിനക്ക് എന്നെ കുറിച്ച് ശരിക്കും അറിയില്ല. ശരി, ഈ മെഷീനിൽ ഏതൊക്കെ ഗാഡ്ജറ്റ്സ് ഉള്ളത്? നിങ്ങളുടെ ഹെഡ് പ്രൊട്ടക്ഷന് വേണ്ടി ഒരു സാധനം തരാം. ഒരു മൈക്രോഫോണും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അടുത്തതായി നിങ്ങൾക്ക് മിനി ചാമ്പ് ബ്രേസ്ലെറ്റ്. അത് മാത്രമല്ല, ഞങ്ങൾ പുതിയതായിട്ട് നിർമ്മിച്ച ഒരു ഡിസൈൻ ടേബിൾ. ഇതൊരു സ്പെഷ്യൽ സ്കിന്നാണ്. സ്പെഷ്യൽ സ്കിന്നോ? ഇത് കലക്കി. ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഇത് മാറ്റിയെടുക്കാം. നിങ്ങളുടെ ലേസർ കണ്ടപ്പോ തന്നെ എനിക്കൊരു ഡൗട്ട് തോന്നിയതാ. ജെറി, ഇവളെല്ലാം എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു സാധനം എടുത്ത് ഇവിടെ തലയിലടിക്കാം. അപ്പോഴേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? ഞങ്ങളുടെ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കണ്ണിൽ പെടാതെ നീ എങ്ങനെ എത്തിപ്പറ്റി? ശരി, അവിടെ എന്താ എഴുതി വെച്ചിരിക്കണേന്ന് ആദ്യം പറ, അത് ഞാൻ മനസ്സിലാക്കാം. ഇത് വേൾഡ് ഓർഗനൈസേഷൻ ഓഫ് ഹ്യൂമൻ പ്രൊട്ടക്ഷൻ. ഞങ്ങൾ സീക്രട്ട് ഏജന്റ് ആയിട്ട് എല്ലാരെ സഹായിക്കുകയാണ്. അപ്പോ നിങ്ങളെല്ലാം സ്പൈസ് ആണോ? നീ പറഞ്ഞത് ശരിയാണ്. ഓ, ഞാനിവിടെ ആക്രമിക്കാൻ വന്നാല് ദയവേദന ജയിലിൽ പിടിച്ചിടരുത്. അങ്ങനെ ഒന്നും ചെയ്യില്ല. പെട്ടെന്ന് ടെൻഷൻ കൊണ്ട് കാല് വെച്ച് ഇപ്പൊ കാല് ശരി, വേദനിക്കുന്നു. നിന്നോടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് നീ ഞങ്ങളുടെ ടീമിൽ ചേർന്നു? നമ്മുടെ പുതിയ കാൻഡിഡേറ്റ്, ഇവളും നമ്മുടെ കൂടെ ഉള്ളതിൽ എന്താണ് പ്രശ്നം? ആരും അറിയാതെ ഇവിടേക്ക് വന്നവളാണെങ്കിലും തീർച്ചയായിട്ടും ഇവൾ നമുക്ക് വേണ്ടി ജോലി ചെയ്യും. അതായത് ഞാൻ നന്നായിട്ട് ജോലി നോക്കും എന്നുള്ളത് നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തെ ഞാൻ ഒരിക്കലും തകർക്കില്ല. ഓ, താങ്ക് യു സാർ. ഓ, എന്നെ കൊണ്ട് പറക്കാൻ സാധിക്കുന്നില്ല. നോക്ക് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അയ്യോ, ഒന്ന് തിരിഞ്ഞു നോക്ക്, ഞാൻ തലകുത്തി നിൽക്കാണ്. ഇത് വളരെ എളുപ്പമാണ് മാൻഡി. നീ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നാ മതി. ഇങ്ങനെ പറക്കാതെ വേറെ രീതിയിൽ
തോന്നുന്നില്ലല്ലോ. ഇനി എങ്ങനെയാ ഇവളുടെ കൂടെ എപ്പോഴും? നന്നായി, ഒരു കണക്കിന് ഞാൻ ലാൻഡ് ചെയ്തു. എന്തായാലും ജെറ്റ് പാക്ക് നന്നായിട്ടുണ്ട്. ഈ ചെറിയ കുറ്റം പറഞ്ഞാൽ മതി. പിന്നെ കുറ്റം പറ. ഇതെനിക്ക് ഇട്ടിട്ട് ഇഷ്ടാവുന്നില്ല. വേഗം അഴിച്ചതാ, വേഗം വാ. ഇതുപോലെ നീ ആവശ്യമില്ലാതെ സംസാരിച്ചോണ്ടിരുന്നാൽ നിന്നെ ഇവിടെ വിട്ടേച്ച് ഞങ്ങൾ പോവും. ഓക്കെ ഗേൾസ്, ഇത് സ്പൈ ടൈം ആണ്. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ട സമയമായി. ഇത് കോമഡി ആയിട്ടുണ്ട്. ആ കോസ്റ്റ്യൂമിൽ കാണാൻ നിന്നെ ഒരു ഭംഗിയില്ല. ചെലപ്പോ എനിക്കായിരിക്കും അത് ചേരുന്നത്. ഓക്കെ ഗേൾസ്, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അലക്സ്, നീ നിന്റെ ജോലി തുടങ്ങ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചോളൂ. അപ്പൊ മാഗിക്ക് എന്താ പ്ലാൻ? ഹേ, അവിടെ എങ്ങോട്ടാ പോയത്? ഹലോ, നിങ്ങൾ കാണാൻ നല്ല സുന്ദരനാണല്ലോ. വന്ന സ്ഥലത്ത് നിന്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങി. ഇതാണ് ഞങ്ങൾ നിന്നെ വേണ്ടെന്ന് പറഞ്ഞത്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ഓ, എന്നെ പഠിപ്പിക്കേണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇവിടുന്ന് ഓടിക്കളയും. മര്യാദയ്ക്ക് വായടച്ചിരിക്കെ. അതെ, ഞാനും ഒരു സ്പൈ ആണ്. എന്താ ചെയ്യേണ്ടത് എനിക്കും നന്നായിട്ട് അറിയാം. ഇങ്ങനെയൊന്നും നീ ചെയ്യാൻ പാടില്ല. അലക്സ്, നീ ഒന്ന് ഇവർക്ക് പറഞ്ഞോട്. ഞാനോ? ഞാൻ പറഞ്ഞ അവള് മനസ്സിലാക്കില്ല. സാം, നീ പറഞ്ഞു കൊടുക്ക്. ഞാൻ പലതവണ പറഞ്ഞു നോക്കി, അവൾ അനുസരിക്കുന്നേ ഇല്ല. ഇവളെ ഇനി നമ്മൾ എന്ത് ചെയ്യും? സോറി അലക്സ്, വേറെ വഴിയില്ല. ഇത് നീ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. സാരമില്ല. ഈ മാഗി എന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോയല്ലോ. എനിക്കിത് ഒട്ടും ഇഷ്ടമായില്ല കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചോ ഇല്ലേ? ഇവിടെ ആകെ വഴികളേ ഉള്ളൂ. അലക്സ്, ആ വഴിയുടെ അവസാന ഭാഗത്ത് ഒരു സീക്രട്ട് വഴിയുണ്ട്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നതെന്നൊന്ന് പറയാമോ പ്ലീസ്? അത് ഞാൻ വേറെ വഴിക്ക് പോകായിരുന്നു. അറിയാതെ ഈ വഴിയിൽ അകപ്പെട്ട്. സോറി, ഞാൻ പോയിക്കോളാം. എന്തായാലും വന്നതല്ലേ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഇതിൽ കുളിച്ചിട്ട് പൊയ്ക്കോ. എന്താ? വേണ്ട വേണ്ട, എനിക്ക് പുറത്തേക്ക് പോണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകാൻ വഴിയില്ല. സാം, സാം, അലക്സ്, എന്നെ കൊണ്ട് സാമിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കും ക്ലോവർ. മാഗി, സാം നിന്റെ ലൈനിലുണ്ടോ? ഓ, എന്താ ചോദിച്ചേ? ഞാനൊന്ന് ഉറങ്ങിപ്പോയി. അവള് കോൾ ചെയ്യണമെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, ബൈ. ഡെഡ് എൻഡ് ആണെന്നാണല്ലോ അവള് പറഞ്ഞത്. അത് എവിടെയാ ഉള്ളത്? നമുക്കത് കണ്ടുപിടിക്കണം. എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇത്രയധികം ബുദ്ധിമുട്ടിക്കുന്നേ? എന്റെ വീട്ടിലേക്ക് ഞാൻ പോകാൻ പോകുക. ഇവിടെ നോക്ക് മാഗി, നമ്മളിൽ ഒരാളെ കാണുവാനില്ല. ഇത് കളിക്കുന്ന സമയമല്ല. മര്യാദയ്ക്ക് നീ ഇപ്പൊ വരുന്നുണ്ടോ? അല്ലെങ്കിൽ നിന്നെ ഞാൻ എന്നെ കുറിച്ച് നിനക്ക് അറിയില്ല. അതൊന്നും പറ്റില്ല. സാമിനെ തരാൻ നീ വാ. സാം, നീ എവിടെയാ ഉള്ളത്? സാം, ഹെൽപ്പ് ചെയ്യണമെന്നും പറയുന്നു, വേണ്ടാന്നും പറയുന്നു. ഞാൻ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാനേ നിങ്ങൾക്ക് നേരമുള്ളൂ. ഇത് സാം അണിഞ്ഞിരുന്നതല്ലേ? ഏയ്, ആരാ നിങ്ങളൊക്കെ? എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ കയ്യിൽ എങ്ങനെ കിട്ടിയ? നിങ്ങളുടെയൊക്കെ കഥ കഴിച്ചേനെ ഞാൻ. നമുക്കിപ്പൊ തന്നെ ജെറിയെ വിളിക്കണം. നിങ്ങളുടെ ജോലി എങ്ങനെ പോകുന്നു ഗേൾസ്? വളരെ മോശം. മാൻഡിയുടെ മണ്ടത്തരം സഹിക്കുന്നില്ല. സാമിനെയും കാണുന്നില്ല. ഞങ്ങൾക്ക് അവിടെ ഇയറിംഗ് കിട്ടിയിട്ടുണ്ട് ജെറി. സാം ഒരു പാവ. അവൾക്ക് എന്തായി കാണും ജെറി? നിങ്ങൾ വിഷമിക്കേണ്ട, അവൾ തീർച്ചയായിട്ടും അവിടെ തന്നെ ഉണ്ടാകും. പക്ഷെ ഈ മാൻഡിയുടെ ശല്യം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ എല്ലാ സീക്രട്ടും അവൾക്ക് അറിയാമല്ലോ. ഈ സമയത്ത് അവളെ പുറത്തു വിടുന്നത് ആപത്താണ്. കൊള്ളാം. എന്നെ ജോലി വിട്ട് പറഞ്ഞേക്കുന്ന് കരുതി. എന്തായാലും അതുണ്ടായില്ല.
സാമിനെ അവിടെ കണ്ടുപിടിക്കാതെ നമ്മൾ തിരിച്ചു വന്നു. എനിക്ക് ആകെ വിഷമം. ഇതിനൊക്കെ കാരണക്കാരി ഈ മാഗിയാ. അവള് നല്ല ഉറങ്ങായിരുന്നു, അതുകൊണ്ടാ സാമിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതെ പോയത്. ഈ മാൻഡി എപ്പോ എന്ത് ചെയ്യുന്നു ഒരു പിടിയും കിട്ടുന്നില്ല. ഹായ് കൂട്ടുകാരെ, ഞാനാണ് മാൻഡി സ്പൈ. എന്താ ഞാൻ സീക്രട്ട് ഏജന്റ് ആണെന്നുള്ള കാര്യം എന്താ പുറത്തറിയിക്കാൻ പാടില്ലെന്ന് പറഞ്ഞേ? പറഞ്ഞോ, പക്ഷെ എല്ലാ പ്രശ്നങ്ങളും നീ അനുഭവിക്കേണ്ടി വരും. ഇത് ഞങ്ങൾ ആരോടും പറയാതിരിക്കായിരുന്നു. നീ അറിഞ്ഞതിന് ശേഷമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. വീണ്ടും നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട് ഗേൾസ്. നിങ്ങളെ ഞാൻ സാമിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒരു ചെറിയ ന്യൂസ് കിട്ടിയിട്ടുണ്ട്. കോഫി ഷോപ്പിലുള്ള കോഫി ടബിൽ അവൾ വീഴ്ന്നിരിക്കുകയാണ്. എങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഡെസ്ക് കോഫി ഷോപ്പിലേക്ക് പോകണം. വേഗം വാ. ആദ്യം ഞാൻ അവിടെ എത്തും, കാരണം ഞാനൊരു സ്പൈ ആണ്. ഇത്തവണ എന്റെ ജോലി കണ്ട് നിങ്ങളൊക്കെ ഞെട്ടിപ്പോവും. തയ്യാറായിക്കോളൂ. ഇത് വളരെ മോശമുള്ള. ഞാൻ താഴെ വീഴണമെങ്കിൽ എന്താ ചെയ്യാ? ആവശ്യമില്ലാതെ ഒച്ച വെക്കല്ലേ. സാമിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. അച്ചോ, രക്ഷിക്കേ. അവൾ ഇതിന്റെ അകത്താണെന്നല്ലേ ജെറി പറഞ്ഞത്? അതെ അതെ, ഇത് അദ്ദേഹം പറഞ്ഞത് ഞാനും നിങ്ങൾ എല്ലാവരും കേട്ടതല്ലേ. വീണ്ടും വീണ്ടും അദ്ദേഹം പറഞ്ഞ കാര്യം എന്തിനാ പറഞ്ഞുകൊണ്ട് വെറുതെ നിൽക്കുന്ന സമയം കളയുന്നത്? വേഗം അവളെ കണ്ടുപിടിക്കുക. സാമിനെ രക്ഷിക്കണമെങ്കിൽ ഇതിന്റെ അകത്ത് പോയേ പറ്റൂ. അതിന് നമ്മുടെ ഡ്രസ് ചേഞ്ച് ചെയ്യണം. നമ്മുടെ സെക്കൻഡ് സ്കിൻ ആണ് എന്റെ സമയമായി. ദാ ഇങ്ങനെ ഇട്ടോ. എനിക്ക് കോഫി ഇഷ്ടമാണ്, പക്ഷെ കോഫിയിൽ കുളിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞത് എനിക്കിത് ഇഷ്ടമില്ലെന്ന്. എന്തിനാ നിങ്ങൾ വലിച്ചെന്നെ ഇവിടെ കൊണ്ടുവന്നത്? കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പാതാളത്തിൽ എന്തിനാ അവർ ഇത്രയും വലിയ ഫാക്ടറി വെച്ചിരിക്കുന്നത്? ഇവര് ശരിക്കും എന്താണ് ചെയ്യുന്നത്? എല്ലാവരും സിൻസിയർ ആയിട്ട് ജോലി ചെയ്യാ. ഹലോ സാം, നീ കോഫി കുടിക്കാനാണ് ഇങ്ങോട്ട് വന്നത്? സാം, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? അവളുടെ തലയിൽ എന്താ ഇത്? അതാദ്യം ഊരി മാറ്റണം. പക്ഷെ എങ്ങനെ ചെയ്യാ? മാൻഡി, എന്താ ക്രിക്കറ്റ് സ്കോർ കാണാന്ന് വെച്ച് വന്നതാ? അത് ക്രിക്കറ്റ് സ്കോർ ഒന്നുമല്ല. വേറെ ഇങ്ങോട്ട് വന്നേ. ശരി, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. ഈ തടിയനൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ശരി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ക്രിക്കറ്റ് സ്കോർ കാണാൻ വേണ്ടി വന്നത്. അപ്പോഴേക്കും ബരലും കുടുങ്ങി. അതെ, താഴെ ഇറക്കി. നമുക്ക് പിന്നെ സംസാരിക്കാം. കോഫിയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുക? എങ്ങോട്ടാണ് നീ പോകുന്നത്? എന്റെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഈച്ചയെ കൊണ്ടുപോലും പുറത്തേക്ക് പോവാൻ കഴിയില്ല. ഇവൻ ആരാ വില്ലനെ പോലെ ഇങ്ങനെ നീ സംസാരിക്കുന്നല്ലോ? ആരാ? നിനക്ക് എന്ത് വേണം? നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഓരോരുത്തരെ കടത്തിക്കൊണ്ടിരിക്കുന്നു. അത് ആ കോഫി ഷോപ്പിൽ വെച്ച് നിനക്ക് എന്ത് വേണമെന്ന് ഈ പറ. ലോകത്തെ തന്നെ എന്റെ കാൽ കീഴിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ കോഫി ഷോപ്പ് തന്നെ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ വന്നാൽ അവരെ ഞാൻ മാറ്റിയെടുക്കും. അതെ, ജയിലിൽ പോവാൻ റെഡി ആയിക്കോ. അതിനെക്കുറിച്ച് എനിക്ക് ഒരു വിഷമവുമില്ല, കാരണം നിങ്ങളെ ഞാൻ ഇവിടുന്ന് പുറത്ത് വിടില്ല. എന്താ പറഞ്ഞേ? പുറത്തേക്ക് വിടില്ലെന്നോ? നീ എന്താ മന്ദബുദ്ധിയാണോ? ഒരിക്കൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ലേ? നിന്നെ പോലെ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. പുറത്തേക്ക് പോകണമെന്നുള്ള നിന്റെ ആഗ്രഹം ഇതോടെ അങ്ങ് മറന്നേക്ക്. ഞാൻ പറയുന്നതനുസരിച്ച് ഇവിടെ ഇരുന്നാൽ നിനക്ക് നല്ലതല്ലെങ്കിൽ നിന്നെ ഞാൻ നശിപ്പിക്കും. വെറുതെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നതുകൊണ്ട് കാര്യമില്ല. നിന്നെക്കൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ എനിക്ക് ചെയ്യുന്നത് ഞാൻ അപ്പോഴേ പ്രതീക്ഷിച്ചതാണ്.
നീ പ്രതീക്ഷിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്താ, നിനക്കിത് ഇഷ്ടമായില്ലേ? അത് പിന്നെ എനിക്ക് ഇഷ്ടമായില്ല. എന്നെ ഇറക്കി വിട്ടേക്ക്, ഞാൻ പോയേക്കാവേ. അങ്ങനെ ഒന്നും പോവാൻ പറ്റില്ല എന്റെ പൊന്നു മോളെ. നിങ്ങൾ കോഫിയൊക്കെ കുടിച്ച് ഒന്ന് ആഘോഷിക്കേ. ഞാൻ പോയിട്ട് ഇപ്പൊ അങ്ങ് വന്നേക്കാം. ബൈ. ക്ലോവർ, നമുക്ക് ഇവിടെ നിന്ന് ജമ്പ് ചെയ്യണം. എന്തെങ്കിലും നമ്മളിപ്പോ ചെയ്തേ പറ്റൂ. എന്തെങ്കിലും നിങ്ങൾ പെട്ടെന്ന് ചെയ്യാ. എനിക്ക് ജീവിക്കണമെന്നുണ്ട്. എനിക്ക് മരിക്കാൻ ഒട്ടും ആഗ്രഹമില്ല. എന്നെ അഴിച്ചു വിട്. അങ്ങനെ ജമ്പ് ചെയ്യണമെങ്കിൽ 3 പേരും ഒരേ സമയത്ത് ചെയ്യണം. സാരമില്ല, ഞാൻ ട്രൈ ചെയ്ത് ചാടി നോക്കാം. എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. എന്നാ ഇനി നീ ഞങ്ങളുടെ കൂടെ വഴക്കുണ്ടാക്കൂലേ? ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയുന്നു, എന്നെ രക്ഷിക്കേ. ഈ ഐഡിയ കൊള്ളാം ക്ലോവർ. നമുക്ക് ഇങ്ങനെ സ്വിംഗ് ആയി അപ്പുറത്തേക്ക് പോവാം. ഓക്കെ, എന്തൊരു പണിയാ ഇത്. കാല് തൊട്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് നീറുന്നു. അതെയോ? കോഫി സോൺ. അവരുടെ കഥ ഇതോടെ അവസാനിച്ചെന്ന് തോന്നുന്നു. ക്ലോവർ, അലക്സ്, നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഓ, നീ എല്ലാം മറന്നോ? ശരി, എന്തായാലും പിന്നെ പറയാം. ഓ ശരി, ഓക്കെ. ജെറീനെ എവിടെയെങ്കിലും. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകണം. ഓ നല്ല കാര്യം. എനിക്ക് ഒന്നും പറ്റില്ല. എനിക്ക് രക്ഷപ്പെട്ടാ മതി. ഞാൻ പോവുകയാണേ. അവൾ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് പോണേ. പോയാലെന്താ, തന്നെ തിരിച്ചു വരുന്നുള്ളൂ. ഓ ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്. അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കാൻ. എനിക്ക് പേടിയാവുന്നു. സാം, നീയാണ് എന്നെ രക്ഷിച്ചത്. ഇത് ഞാൻ ഒരിക്കലും മറക്കില്ല. സാം, എന്റെ ഫ്രണ്ട്സിൽ ഒരാളായിട്ട് ഞാൻ നിന്നെ എപ്പോഴും കണ്ടിട്ടുള്ളത്. നിന്നെ കാണാനായിട്ട് ഒരു കോമഡി പീസ് പോലെയുണ്ട്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ കൂടെ ഫൈറ്റ് ചെയ്. നിന്നെ ഞാൻ വിടില്ല. നിന്റെ കളി ഒരിക്കലും എന്റെ അടുത്ത് നടക്കില്ല. ഈ കോഫിക്ക് ഇങ്ങനെ ജയിക്കാൻ ഇവിടെ ആരുമില്ല. ഞാനൊരു സത്യം പറയട്ടെ, നിങ്ങൾ കുടുങ്ങിപ്പോയി. എന്റെ സാറ് എന്നെ വിട്ടേക്ക്. എനിക്ക് ഈ പരിപാടിയൊന്നും പിടിക്കത്തില്ല. ഞാൻ അങ്ങ് പോയേക്കാവേ. നിനക്ക് ഇഷ്ടപ്പെട്ട ജോലിയല്ലേ, നീ ചെയ്തേ പറ്റൂ. സാറേ, ഞാൻ എല്ലാ കാര്യവും മറക്കണം. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. എനിക്ക് ഇത് ഒട്ടും ഇഷ്ടമല്ല. എന്നെ അങ്ങ് വിട്ടേക്ക് പ്ലീസ്. ജെറി, ഇവള് പറയുന്നത് വിശ്വസിക്കരുത്. ഇവള് ഏത് സമയത്തും ഉറങ്ങിയോണ്ടിരിക്കായിരുന്നു. വേണമെങ്കിൽ അവൾക്ക് ഞങ്ങളിൽ ഒരാളായിട്ട് ഇരുന്നോട്ടെ. പക്ഷേ മറക്കാനൊന്നും ചെയ്യണ്ട. അലക്സ്, നീ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്കോ. എനിക്ക് ഈ പണി വേണ്ട അലക്സ്. എനിക്ക് ഒട്ടും ഇഷ്ടമൊന്നുമില്ല. സാമി, നീ എന്നല്ലേ എന്നെ രക്ഷിച്ചത്. പ്ലീസ് സാമി, നീയെങ്കിലും എന്നോട് പറ. പ്ലീസ് സാറിനോട് പറ, എന്നെ വിടാൻ പറ. ആ ക്ലോവർ, നീയെങ്കിലും പറ. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. ഞാൻ നിങ്ങൾ പറയുന്ന പോലെ അനുസരിക്കാം. ഒന്ന് പറഞ്ഞേക്കെ. എനിക്ക് ഒട്ടും ഇഷ്ടമൊന്നുമില്ല ഈ ജോലി. വിടാൻ പറ എന്നെ പ്ലീസ് സാമി. എന്നെ എല്ലാം മറപ്പിക്കാൻ പറ. നിങ്ങൾ എന്തായാലും പുതിയ പ്രോഗ്രാം കണ്ടുപിടിച്ച് അതിൽ പങ്കുചേരാൻ പോവാണോ? ഞാൻ അതിൽ പങ്കെടുത്ത് നിങ്ങൾ എല്ലാവരും തോപ്പിക്കണമെന്നുണ്ട്. നോക്കിക്കോ. അങ്ങനെ അവള് പഴയ മാൻഡിയായി. അത് ശരിയാ.